സാർ നമസ്കാരം. നമസ്കാരം. 10 വർഷത്തെ നീണ്ട ഭരണത്തിനൊടുവിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും കേരളത്തിലെ ജനങ്ങൾ പടിയിറക്കി വിടുമ്പോൾ ഇനി ഒരിക്കലും പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. 10 വർഷം കൊണ്ട് കേരളത്തെ അദ്ദേഹം ഭരിച്ചു ഒരു വശത്തേക്കാക്കി, അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. കേരളം ഏതാണ്ട് 50-60 വർഷം പിറകിലേക്ക് ആയിപ്പോയി എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനജീവിതം ദുസ്സഹമായി. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും പ്രതിഫലിച്ചത് പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവുമാണ് എന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകനങ്ങളിലും CPM, CPI എന്നുള്ള പ്രമുഖ കക്ഷികൾ, അതായത് ഇടതുപക്ഷത്തിന്റെ പ്രമുഖ കക്ഷികളുടെ എല്ലാ അവലോകന യോഗങ്ങളിലും വിലയിരുത്തിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷത്തെ നയിക്കുന്നത് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം, ഇപ്പുറത്ത് UDF-ന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ആശങ്കകൾ ഉയരുന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞത്. എന്നാൽ അതെല്ലാം വെറും പൊള്ളയായ സംസാരങ്ങൾ മാത്രമായിരുന്നു എന്നും CPM-ന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഏകഛത്രാധിപതിയായ, തിരുവായ്ക്ക് എതിർവായില്ലാത്ത പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ നേതാവിനെ തന്നെ വീണ്ടും CPM-ലെ അടിമക്കമ്മികൾ, അന്തം കമ്മികൾ എന്ന് പൊതുജനം വിശേഷിപ്പിക്കുന്ന കുറെ നേതാക്കന്മാർ വീണ്ടും പ്രതിപക്ഷ നേതാവായി അവരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയത്. പാർട്ടിയുടെ സ്വന്തം ഗ്രാമങ്ങളിൽ പോലും പാർട്ടിയുടെ വോട്ട് ചോർന്നു. പാർട്ടി വിമതന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 36% മുതൽ 37% വരെയാണ് പാർട്ടിക്ക് ആകെ കിട്ടിയ വോട്ട് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് 35 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു 99 സീറ്റിൽ നിന്നും. ഇത് ദയനീയമായ പരാജയമാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യം കലർന്ന കടക്കുപുറത്ത് ചെറ്റത്തരം, അങ്ങനെയുള്ള വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇതുപോലുള്ള അനുചിതമായ, അപ്രസക്തങ്ങളായ, ജനഹിതങ്ങരല്ലാത്ത രീതിയിലുള്ള സംസാരവും അഹങ്കാരവും തന്നെയാണ് പൊതുജനങ്ങളെ CPM-ൽ നിന്ന് അകറ്റിയത്. പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടും ഇനി ആരെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു അവലോകനങ്ങളും ധാരണകളും എല്ലാം CPM-നകത്ത്, ഇടതുപക്ഷത്തിനകത്ത് രൂപപ്പെടുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴും ഇന്നലത്തെയും പത്രമാധ്യമങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് CPM പേറുന്ന ഈ അടിമത്ത മനോഭാവത്തിൽ നിന്നും CPM എന്ന പാർട്ടിക്ക് പിണറായി വിജയന്റെ കാലത്തോളം മോചനമില്ലേ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 1998 മുതൽ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതുമാത്രമല്ല 2016 മുതൽ 2026 വരെ കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ കേരളത്തിലെ പാർട്ടി മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിയായി വരേണ്ടതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അതേപോലെ മുഖ്യമന്ത്രിയായി കേരളം പൂർണ്ണമായി വളരെ മാതൃകാപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി മാറ്റേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിണറായി വിജയൻ 1996 മുതൽ വിദ്യുച്ഛക്തി മന്ത്രിയായ മുതൽ SNC ലാവലിൻ അഴിമതി അടക്കമുള്ള ഞെട്ടിക്കുന്ന അഴിമതികൾ നടത്തുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യുകയും അദ്ദേഹം കൃത്യമായി പാർട്ടിയെയും ഭരണത്തെയും മറയാക്കി അധികാര ദുർവിനിയോഗം നടത്തി ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശത്ത് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടി എന്ന് ആധികാരികമായി പറയുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം 10,000 കോടി രൂപ അദ്ദേഹം വിദേശത്ത് ഉണ്ടാക്കിയതിന്റെ രേഖ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് ഇത്തരം രേഖകൾ അദ്ദേഹം കടത്തിക്കൊണ്ടുപോയിരുന്നു പോലീസിനെ ഉപയോഗിച്ചിട്ട്. അതേപോലെയായിരുന്നു കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ ജനതയെ മൊത്തം ബാധിച്ചൊരു പ്രശ്നമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം. അത് പുതുക്കി പണിയുമെന്ന് പറഞ്ഞ് അവിടെ ചങ്ങല തീർത്ത അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇവിടെ വെള്ളപ്പൊക്കത്തെ, അതായത് 2018 വെള്ളപ്പൊക്കത്തെ നേരിട്ടുള്ള ആളുകളാണ് കേരള ജനത, കേരള സർക്കാർ
ഈ മുല്ലപ്പെരിയാർ ഡാമിനൊന്നും ഒരു കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാൽ തന്നെ അത് നേരിടാൻ ഞങ്ങൾക്കറിയാമെന്ന് അഫിഡവിറ്റ് കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ആൾക്ക് എല്ലാ കൊല്ലവും 100 കോടി രൂപ വീതമാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിന്റെ രേഖയും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതുമാണ് പോലീസ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച, പാർട്ടിയെ വഞ്ചിച്ച, എന്നിട്ട് ദിവസം തോറും ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പിണറായി വിജയൻ. വാ തുറന്നാൽ കള്ളം മാത്രമേ അദ്ദേഹം പറയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രീതിയല്ല. ജനങ്ങളെ മാറ്റി നിർത്തി 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ മാത്രം യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിന് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടി അണികളെ കംപ്ലീറ്റ് കബളിപ്പിച്ച് കള്ളം പറഞ്ഞ് ഇവിടെ വലിയ വികസനം വരാൻ പോകുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ ഖ്യാതി നഷ്ടപ്പെട്ടപ്പോൾ മോഹൻലാലിനെ പോലെയുള്ള പ്രമുഖനായ നടനെ കൊണ്ട് പുഞ്ചിരിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് ലോകം മുഴുവൻ എല്ലാ ചാനലിലും പ്രദർശിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും കാണുന്ന ലോകത്തിൽ മുഴുവൻ വലിയ ബോർഡ് വെച്ച് LDF പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട് നയിക്കാൻ എന്നുള്ള ബോർഡ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഖ്യാതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ ജനങ്ങൾ വിഡ്ഢികളല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. ഓരോ ആൾക്കും കൃത്യമായി പിണറായി വിജയൻ ആരാണെന്ന് ഓൺ ദ സ്പോട്ട് അറിയാനുള്ള കൃത്യമായിട്ടുള്ള അറിവുള്ള കാലത്ത് ഇത്തരം പറ്റിക്കലൊന്നും നടന്നില്ല. ജനങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു. അതേപോലെ CPM അണികൾ തിരിച്ചറിഞ്ഞു ഇയാൾ മാഫിയ തലവനാണ്, കൊള്ളത്തലവനാണ്, തട്ടിപ്പ് വീരനാണ് എന്നുള്ള കാര്യം. മാത്രമല്ല BJPയുമായി ഏറ്റവും സൗഹൃദത്തിൽ ഉണ്ടായി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കേസുകളിലെല്ലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷിക്കാനുള്ള വഴികളും ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിലെ CPMനെ BJPക്ക് അടിയറ വെച്ച് എല്ലാ വിധത്തിലുള്ള സാമുദായിക പ്രീണനങ്ങൾ നടത്തി അദ്ദേഹം ഹിന്ദു പ്രീണനം നടത്തി അവസാനം തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ വിഡ്ഢികളല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ അടിച്ചോടിച്ചു. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് വിധേയനായി വീണ്ടും മുഖ്യമന്ത്രി അല്ലാതിരുന്നിട്ടും പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നു. സാർ, അതാണ് അതിന് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം സാറ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാമായിരുന്നു. പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്നത്തെ എല്ലാ മുഖ്യധാര പത്രങ്ങളിലും അടിച്ചു വന്നിരിക്കുന്നു. അതായത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും പാർട്ടിയുടെ ഈറ്റില്ലം, അതായത് CPM എന്ന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലുമെല്ലാം പാർട്ടി അവലോകന യോഗങ്ങളിൽ, തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണം പിണറായി വിജയൻ തന്നെയാണ്, പിണറായി വിരുദ്ധത തന്നെയാണ് എന്നുള്ളത് അവരെടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യക്തിപരമായ ഒരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതിന് ഉദാഹരണമായി എടുത്തു കാണിക്കാൻ സാധിക്കും കഴിഞ്ഞ കാലത്തിലുള്ള മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള പിണറായി വിജയന്റെ പെരുമാറ്റ രീതികൾ. അത് തന്നെയാണ് ജനങ്ങൾക്ക് അമർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ അടക്കം പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് അകറ്റി. ഇതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ടുകൾ നഷ്ടമായി, ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ നഷ്ടമായി, നിഷ്പക്ഷരായി CPM വോട്ട് ചെയ്തിരുന്ന ആളുകളുടെ വോട്ടുകളും നഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ദയനീയ പരാജയം ഉണ്ടായത് എന്ന് പാർട്ടി, CPM എന്ന പാർട്ടി തന്നെ അവരുടെ പരാജയ അവലോകന യോഗങ്ങളിൽ വിലയിരുത്തുമ്പോൾ തീർച്ചയായും അത് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കഴിയാതെ പോകുന്നത്? MA ബേബിയൊക്കെ പറയുന്നത് കേട്ടു, ദേശീയ സെക്രട്ടറി തെറ്റിദ്ധരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കേൾക്കും, എന്നിട്ട് തുടർ നടപടികൾ സ്വീകരിക്കും, പാർട്ടി ജനങ്ങളിലേക്ക് തിരിച്ചു വരും, തിരിച്ച് അധികാരത്തിൽ വരും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയന്റെ പെരുമാറ്റ രീതികളും സംസാര രീതികൾക്കും തെറ്റുപറ്റിയിരിക്കുന്നു. അതാണ് പരാജയത്തിന്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണ്ടും അതേ നേതാവിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പാർലമെന്ററി രംഗത്ത് മുന്നേറുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതായത് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായിട്ട് ത്രിപുരയും ബംഗാളും നഷ്ടപ്പെട്ട ശേഷം കേരളം മാത്രമാണ് ആകപ്പാടെ വരുമാനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനം. ഇവിടെയുള്ള വലിയ പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിച്ചു പാറ്റിയ ഒരാളാണ് പിണറായി വിജയൻ.
ലാവ്ലിൻ കേസിൽ അഴിമതി നടത്തിയപ്പോൾ അദ്ദേഹം 10 കോടി രൂപ കേന്ദ്ര കമ്മിറ്റിക്കും 8 കോടി രൂപ കേരള കമ്മിറ്റിക്കും കൊടുത്തിട്ടാണ് അദ്ദേഹം അഴിമതി നടത്തി 300 കോടി രൂപ തട്ടിയെടുത്തത്. 75 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്നത്. അപ്പം അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ 10 വർഷവും ചെയ്തിട്ടുള്ളത്. 10 വർഷം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി പ്രവർത്തിക്കാനുള്ള, അവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതേപോലെ കേരളത്തിലെ ഇവിടുത്തെ സംസ്ഥാന സമിതിയും പ്രവർത്തിച്ചത് ഈ ഫണ്ട് കൊണ്ടാണ്. അല്ലാതെ എത്രയും കഴിഞ്ഞ തവണ ഭരണത്തിലുള്ളതുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് ഫണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ പിണറായി കൊടുത്ത ഫണ്ടിന്റെ എല്ലാം കണക്കും കാര്യങ്ങളും ഡൽഹിയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനമായി നിന്ന ആളുകൾ പോലും കമാന്നൊരു അക്ഷരം മിണ്ടാതെ. കാരണം പിണറായി വിജയൻ കൊടുത്തതല്ലേ ഇതുവരെ തിന്നത്, നക്കിയത്. ആ നക്കിയതിന് മറുപടി പറയാൻ പറ്റുമോ? അങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മടങ്ങി വരുന്നത്. പക്ഷേ നമ്മുടെ MA ബേബി എന്തൊക്കെ പറഞ്ഞാലും MA ബേബിനെ കുറിച്ച് പല ആരോപണങ്ങൾ എനിക്കുണ്ട്. അദ്ദേഹം അത് തിരുത്തിയാൽ അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, പാർട്ടി മെമ്പർമാർക്ക് തുറന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് യാതൊരു മടിയും വേണ്ട. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇരുമ്പ് മറ അല്ല ഇന്ന് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. ആ തുറന്ന് സംസാരിക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താ? സാർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മാറ്റർ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാം, ഓരോരുത്തർക്കും സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ഇതുവരെ ഉണ്ടാകാത്ത കീഴ്വഴക്കമാണല്ലോ പിണറായി വിജയന്റെ ഭാഗത്ത്. മിണ്ടിയാൽ അവൻ അകത്തല്ലേ, അല്ലെങ്കിൽ പുറത്തല്ലേ? അകത്തോ പുറത്തായിരിക്കും. അകത്ത് എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക്, അല്ലെ പുറത്താണ്, പാർട്ടിക്ക് പുറത്താണ്. എന്നിട്ട് ആ ആളെ വളരെ മോശമായി മോശമായ ഭാഷയിൽ ചിത്രീകരിക്കും. എന്നെ തന്നെ അഴിമതി, പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള അഴിമതി കൊണ്ടുവന്നതിന്റെ പേരിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ എനിക്കുണ്ടായി. അപ്പൊ എന്നെ കള്ളക്കേസ് കൊടുക്കിയില്ലേ, എന്നെ ഓഫീസ് ആക്രമിച്ചില്ലേ, എന്നെ മഞ്ഞപത്രക്കാരനെ വിശേഷിപ്പിച്ചില്ലേ, എന്തെല്ലാം കാട്ടിക്കൂട്ടി. അപ്പൊ സാധാരണ പാർട്ടി പ്രവർത്തകന്റെ സ്ഥിതി എന്താ? അവിടെയുള്ള പാർട്ടി ഇപ്പം തന്നെ കുഞ്ഞികൃഷ്ണനെ ഏതൊക്കെ തരത്തിൽ മോശക്കാരനാക്കാൻ ശ്രമിച്ചു, TK ഗോവിന്ദനെ എത്രമാത്രം മോശക്കാക്കാൻ ശ്രമിച്ചു. ചെറ്റാന്നല്ലേ ആരെ വിളിച്ചത്? ജി സുധാകരനെ. അപ്പൊ ആ സംസ്കാരം ആണ് പാർട്ടിയുടെ സംസ്കാരം. ആ പാർട്ടിയുടെ സംസ്കാരം പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുടെ സംസ്കാരമല്ല. ഇത്രയും കാലം കെട്ടിപ്പടുത്ത പാർട്ടിയുടെ സംസ്കാരം സദാചാരത്തിൽപ്പെട്ട മൂല്യത്തിൽ അടങ്ങിയതാണ്. അതിനെ തകർന്നുകൊണ്ടാണ് പിണറായി വിജയൻ പരനാറി സംസ്കാരം കൊണ്ടുവന്നത്. അപ്പൊ ജനങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ആർക്ക്? പാർട്ടി മെമ്പർമാർക്ക്. ആ പാർട്ടി മെമ്പർമാർക്ക് മുന്നിലേക്ക് പിണറായിനെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. പിണറായി വിജയനെ പറ്റി പച്ചയായി സാധാരണ പാർട്ടി മെമ്പർമാർക്ക് പറയാനുള്ള അവസരം കിട്ടുമ്പോൾ, ഇത്രയും കാലം അടച്ച് സമ്മർദ്ദത്തിലായിരുന്ന വായ മൂടി കെട്ടിയിരുന്ന അവരുടെ വാ തുറക്കുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. അത് ചെറുതായിരിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചു സാധാരണ പ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഇന്നലെ വരെ മറ്റു പാർട്ടികൾക്കെതിരെ മാത്രമാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. ആരെങ്കിലും നശിപ്പിക്കാണ്ടതിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ സ്വന്തം പാർട്ടിയെ നശിപ്പിച്ച അന്തകനെ കയ്യിലിട്ട് കൊടുത്തിരിക്കുകയാണ് MA ബേബി. അത് വലിയ തോതിൽ പൊട്ടിത്തെറിയായി മാറി പിണറായി വിജയനെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. കല്ലെറിയുന്ന അവസരം വരെ ഉണ്ടാകും. ജനങ്ങൾ കൂടി കല്ലെറിയുന്ന ഒരു അവസരം നമുക്ക് അധികം താമസിയാതെ കാണാം എന്നുള്ളതാണ് ഈ MA ബേബിയുടെ ഒറ്റ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനാരോഹണം അധിക നാള് തുടരില്ല എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ TP നന്ദകുമാർ സാറിന്റെ ഒരു നിരീക്ഷണം. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.